ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് ചെറിയ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി ഒരു രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാ ആൾക്കാരും വിചാരിക്കുന്നത്, ഇത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളെല്ലാ ആൾക്കാരും വിചാരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏറ്റവും ടോപ്പ് ക്യാമറയും ടോപ്പ് ലെൻസും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഫോട്ടോസ് എടുക്കാൻ നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും വിചാരം. അപ്പം നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊരു എൻട്രി ലെവൽ DSLR ഉള്ളെങ്കിലും നിങ്ങൾ വിചാരിക്കും 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നമുക്ക് എപ്പോഴും ഇത് അപ്ഗ്രേഡ് ചെയ്യണം. പ്രൊഫഷണലായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടോപ്പ് ലെവൽ ക്യാമറ ആവശ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ല നല്ല ചിത്രങ്ങൾ, നിങ്ങളുടെ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി കഴിവിനെ നിങ്ങൾ 100-ൽ 50 മാർക്കാണ് കൊടുക്കുന്നെങ്കിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് 100-ൽ ഒരു 80 മാർക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോട്ടോസിന് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, എനിക്ക് പറയാനുള്ള ഈ രണ്ട് പോയിൻറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമുക്കൊരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ചെയ്യാൻ സാധിക്കുന്ന ലെൻസ് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കൂ എന്നുള്ളൊരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. മീൻസ് ചില ഷൂട്ടുകളിൽ ഞാനും ഈ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള വ്യക്തിയാണ്. മീൻസ് ഈ മാസം തന്നെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞാൻ വരുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ഒരു f1.8, 1.2, 1.4 ഓപ്പണിംഗ് ഒക്കെ ഉള്ള അപ്പർച്ചർ ഓപ്പണിംഗ് ഉള്ള ലെൻസ് തന്നെ നിങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ യൂസ് ചെയ്യണം എന്ന് ഇല്ല. അതിനെക്കാട്ടും നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റ് ഫോക്കസിലായിരിക്കണം എന്നുള്ളതാണ്. ഞാനങ്ങനെ പറയാൻ കാരണം, നമ്മൾ f1.2, 1.4 എടുത്താൽ ഫോക്കസ് മിസ് ചെയ്യാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അതായത് ഏകദേശം ഒരു 50% ചാൻസ് ഉണ്ട് നിങ്ങൾ ഫോക്കസ് മിസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ സബ്ജക്റ്റ് ഈ ഒരു ഇത്രയും വൈഡായിട്ട് ഓപ്പണിങ്ങിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചെറുതായി ഒന്ന് മുൻപോട്ടോ, 1 ഇഞ്ച് മുൻപോട്ടോ 1 ഇഞ്ച് പുറകോട്ടോ മാറിയാൽ ആ ഫോക്കസ്, സബ്ജക്റ്റ് ചെറുതായിട്ട് തല മാത്രം ഒന്ന് മുൻപോട്ടാക്കിയാൽ, അല്ലെങ്കിൽ പുറകിലേക്ക് ആക്കിയാൽ നിങ്ങൾക്ക് ആ ഫോക്കസ് നഷ്ടപ്പെടും. ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ചെടികളൊക്കെ ആണെങ്കിൽ, പൂക്കളാണെങ്കിൽ കാറ്റത്ത് ചെറുതായി ആടി ഒരു സൈഡിലേക്ക് മാറിയാൽ നിങ്ങൾക്ക് ഫോക്കസ് നഷ്ടപ്പെടും ഇത്രയും വൈഡ് ഒരു ഓപ്പണിങ്ങിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഒരു 2.8 ഓപ്പണിംഗ് ഉള്ള ലെൻസ് ആണെങ്കിൽ ഒരു f4-ൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. 1.8 ലെൻസ് ആണെങ്കിൽ f2.8-ലേക്ക് വന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും മാക്സിമം അപ്പർച്ചറിലേക്ക് പോകാതെ കുറച്ച് പിറകിലേക്ക് ഒരു f2.8-നും നിങ്ങൾക്ക് ബൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ f2.8, f4 എന്നുള്ള ഓപ്പണിങ്സ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഹൈ എൻഡ് ലെൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വൈഡായിട്ട് ഓപ്പൺ ചെയ്താലും മാക്സിമം നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. എങ്കിലും നമ്മൾ സേഫായിട്ട് ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഒരു f4 ഓപ്പണിങ്ങിൽ ഷൂട്ട് ചെയ്താൽ, ഒരു 70-200 mm ലെൻസൊക്കെ f4 ഓപ്പണിങ്ങിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് നല്ല ഷാർപ്പായിട്ട് കിട്ടും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിന് വേണ്ടി നമ്മുടെ ഷാർപ്നെസ് അല്ലെങ്കിൽ സബ്ജക്റ്റിലെ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പർച്ചർ മാത്രം നോക്കിക്കൊണ്ട് ലെൻസ് വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാതിരിക്കുക. മീൻസ് എപ്പോഴും വൈഡ് ഓപ്പണായിട്ട് ഷൂട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് കടന്നു വരാം. ഇപ്പോൾ നമ്മളൊരു ലോ എൻഡ് ക്യാമറയാണ്, അല്ലെങ്കിൽ എൻട്രി ലെവൽ ക്യാമറയാണ്, അല്ലെങ്കിൽ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ലൈറ്റ് റൂമിലോ നല്ല കഴിവുണ്ടെങ്കിൽ ഈ ഒരു നമ്മളുടെ ലിമിറ്റേഷൻ നമുക്ക് ഒരു പരിധി വരെ മറികടക്കാൻ സാധിക്കും എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കിറ്റ് ലെൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ലെൻസിൽ കിട്ടുന്ന ഷാർപ്നെസ് കിറ്റ് ലെൻസിൽ കിട്ടത്തില്ല. പക്ഷേ ഈ ഷാർപ്നെസ് നമുക്ക് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യാം. പക്ഷേ ആ ഒരു കറക്റ്റ് മീൻസ് നമുക്ക് ആ ലെൻസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടത്തില്ല. എങ്കിലും ഫോട്ടോഷോപ്പിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന പല റഷ്യൻ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നോക്കിയാൽ എനിക്ക് തോന്നുന്നു അവർ സബ്ജക്റ്റിനെ മാക്സിമം ഫോക്കസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ അവർ ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നത്. മീൻസ് ഒത്തിരി ഓവറാക്കി കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായി തീരും. അത്രയും ഓവറാക്കാതെ ഒരു ലിമിറ്റഡ് രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. നമുക്ക് ഷാർപ്നെസ് ഫോട്ടോഷോപ്പിൽ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. കളർ ഗ്രേഡിങ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. മീൻസ് നമുക്ക് നിങ്ങളിപ്പോൾ ഒരു എൻട്രി ലെവൽ DSLR ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുക. റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലൈറ്റ് റൂമിൽ റോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്നാൽ ഒരു ടോപ്പ് ലെവൽ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരുത്തൻ, ക്യാമറയെക്കുറിച്ചോ ഫോട്ടോഷോപ്പിനെ കുറിച്ചോ അറിയാത്ത ഒരുത്തൻ എടുക്കുന്ന ഫോട്ടോയെക്കാട്ടും നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക്, ഒരു ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രി ലെവൽ ക്യാമറയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കും. മീൻസ് നിങ്ങൾ അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫിയോടനുബന്ധിച്ചുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻറ്റ്. സോഫ്റ്റ്വെയർ പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിൻ്റെ വേറൊരർത്ഥം, എൻ്റെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, ഫോട്ടോഗ്രാഫി കംപ്ലീറ്റ് ആകുന്നത് ഈ റീടച്ചിങ് പ്രോസസ്സോട് കൂടിയാണ് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. അങ്ങനെ പറയാൻ കാരണം, നമുക്ക് റോ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് റോ ഫോർമാറ്റ്.
അതുപോലെ തന്നെ റോ ഫോർമാറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്താൽ കളറിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട, നമ്മുടെ ഷാർപ്നെസ്സിനെ കുറിച്ച് ബോധർ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യാൻ സാധിക്കും റോ ഫോർമാറ്റിൽ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് റോ ഫോർമാറ്റ് ഫയലിൽ ഒരു ഔട്ട്പുട്ടായിട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം റോ പ്രോസസ്സിങ് ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പാർട്ടും നമ്മൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. മീൻസ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്നല്ല, എസെൻഷ്യൽ കാര്യങ്ങൾ. അപ്പം എസെൻഷ്യൽ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫോട്ടോഷോപ്പിൽ ലൈറ്റ് റൂം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. റോ പ്രോസസ്സിങ് ചെയ്യാൻ പഠിക്കുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. റോ പ്രോസസ്സിങ് ചെയ്യാൻ പഠിക്കുക. അതായത് ലൈറ്റ് റൂം ട്യൂട്ടോറിയൽസ് നോക്കിയാൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാകും. പിന്നെ രണ്ടാമത് ഫോട്ടോഷോപ്പിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലൈറ്റ് റൂമിലെ ഷാർപ്പനിങ് മെത്തേഡ്സ് ഇപ്പോഴും അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ലൈറ്റ് റൂം CC 2015 യൂസ് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കളർ ഗ്രേഡിങ് ഫോട്ടോഷോപ്പിൽ ചെറിയ തോതിൽ അറിഞ്ഞിരിക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒരു ചെറിയ തോതിൽ അറിഞ്ഞിരിക്കുക. ഷാർപ്പൻ ചെയ്യാനായിട്ട് മീൻസ് നല്ല ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലിൽ നല്ലൊരു ട്യൂട്ടോറിയൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതിനെക്കാട്ടും ഒക്കെ ഉപരിയായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ നിങ്ങൾക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാം എന്നുള്ളതാണ്. ഡോഡ്ജ് ആൻഡ് ബേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ എടുത്തിരുന്ന ആൾക്കാർ ഡോഡ്ജ് ആൻഡ് ബേൺ അല്ലെങ്കിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന ആൾക്കാർ എല്ലാം നാച്ചുറലായിട്ടാണ് ചെയ്തിരുന്നത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവരും ഈ ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന നാച്ചുറൽ അല്ല ഇവർ ചെയ്യുന്നത്. ഡാർക്ക് റൂമിലാണെങ്കിൽ, അതായത് നമുക്ക് പണ്ടത്തെ സ്റ്റുഡിയോകളിൽ ഡാർക്ക് റൂം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഈ ഫോട്ടോസ് ഡോഡ്ജ് ആൻഡ് ബേൺ ഒക്കെ ചെയ്തിരുന്നത്. അപ്പം ഈ ഡാർക്ക് റൂമിൽ ചെയ്യുന്നത് ഫോട്ടോയുടെ അല്ലെങ്കിൽ ഫിലിമിലെ ചില ഭാഗങ്ങൾ കുറച്ച് ബ്രൈറ്റൻ ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ ഡാർക്കൻ ചെയ്യുന്നു. ഇതാണ് ഡാർക്ക് റൂമിൽ ചെയ്തിരുന്നത്. നമ്മളും അത് തന്നെയാണ് ഇപ്പോൾ ലൈറ്റ് റൂമിൽ നമ്മൾ ചെയ്യുന്നത്. ഫോട്ടോഷോപ്പ് ഇപ്പോൾ പഴയ ഡാർക്ക് റൂമിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയറിന് ലൈറ്റ് റൂം എന്ന് പേരിട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ലൈറ്റ് റൂമിലോ ഫോട്ടോഷോപ്പിലോ നമുക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാം. ഒരു ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്ത ഇമേജ് നിങ്ങളുടെ ഒരു അല്ലാത്ത ചിത്രത്തെക്കാട്ടും വളരെ മെച്ചപ്പെട്ടതായിരിക്കും. നമ്മുടെ ലാസ്റ്റ് POVയിൽ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ചെറിയ തോതിൽ നമുക്ക് ചില ഭാഗങ്ങളിൽ പ്രകാശം ഇൻക്രീസ് ചെയ്തു, കളർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വന്നിരിക്കുന്ന ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, വെറും 2 കാര്യങ്ങളാണ്, ഇച്ചിരി നീണ്ടുപോയെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. എപ്പോഴും ലെൻസ് വൈഡ് ഓപ്പൺ ചെയ്ത് ഫോട്ടോസ് എടുക്കാതിരിക്കുക. ഷാർപ്നെസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം മുതലായ സോഫ്റ്റ്വെയറുകൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രി ലെവൽ ക്യാമറയിൽ ചിലപ്പോൾ ഒരു 5D Mark IV വെച്ച് യൂസ് ചെയ്യുന്ന ഒരുത്തിനെക്കാട്ടും നല്ല ചിത്രങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അപ്പോൾ ഈ 2 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, ഫോട്ടോഗ്രാഫി മുതലായ കാര്യങ്ങൾ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.